നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ചിക്കൻ മന്തിയാണ്. ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ കാണാൻ വേണ്ടി നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുനാരങ്ങ, പിന്നെ ഉണക്ക് നാരങ്ങ വേണം. അത് നമുക്ക് കിട്ടിയില്ല, നമ്മളിവിടെ ഇല്ല. പിന്നെ പട്ട, കറാമ്പ്, ഏലം, ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ മാഗി, ബട്ടർ, മല്ലിച്ചപ്പ്, മസാല. ആദ്യം നമുക്ക് ബട്ടർ ഇട്ടെടുക്കാം. ബട്ടറും മസാലയും കൂടിയിട്ട് ഇതാക്കിയെടുക്കാം. വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, സവോള, ഇതൊരു ഹാഫ് വേവ് ആകുമ്പോൾ ഡ്രൈ ആവണ്ട, ഒരു ഹാഫിന് ഇത് മതി. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഏകദേശം ഹാഫ് ഡ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മളെ മന്തി മസാല, അതിൽ മഞ്ഞൾ, മല്ലി, മസാലകളെല്ലാം ഇതിലുള്ളത്. അതിനെ ഇതാക്കിയെടുക്കുക. ഇപ്പം തന്നെ അതിൻ്റെ ഒരു കരിയുന്ന സമയത്തുണ്ടാകുന്ന സ്മെല്ല് പുറത്തേക്ക് വന്ന് തുടങ്ങുന്നുണ്ട്. ചെറിയ ലോ ഫ്ലെയിമാണ് വേണ്ടത്. അപ്പം അതിനെ ചെറുതാക്കി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിതൊരു കപ്പ് വെള്ളം ഇതിലൊഴിച്ചിട്ട് ഇതിനെ വേവിക്കാനുള്ള ഇത് ചെയ്യാം. ഒരു കപ്പ് വെള്ളം. ഇനി നമുക്കിതിൽ മാഗി ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുനാരങ്ങ കൊടുക്കാം. ശേഷം ഒരു 15 മിനിറ്റ് ഇതിനെ വേവിക്കാനുണ്ട്. പിന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. വേവട്ടെ. അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മളെ മന്തി റൈസ് ഗോൾഡൻ റൈസ് ഉണ്ട്. ഒരു പുഴുങ്ങലേരി സ്റ്റൈലുള്ള അത് 1 മണിക്കൂർ വെള്ളത്തിൽ ഇതേപോലെ പിന്നെ പൊതിർത്തി വെക്കണം. ഇതിനൊരു 90% പാകപ്പെട്ടിട്ടുണ്ട്. ഇനി അതാക്കി 10% നമുക്കിതിനാദ്യം അതിനെ ഇതിലേക്ക് എടുക്കാം. നമുക്ക് ഓവനിലേക്ക് ഇതിനെ കയറ്റണം. ഇടയിൽ കുറച്ച് മസാലകൾ കൊടുക്കാനുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. തൽക്കാലം അതന്നെ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഇത് ഞാൻ വെച്ച് നമുക്കിതിലേക്ക്. അപ്പോൾ ഇത് നമ്മൾ ഓവനിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മസാല നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ മസാല കുറച്ച് തൈരും, കുറച്ച് സാഫ്രാൻ, എന്നുവെച്ചാൽ മഞ്ഞ കളറ് അത് ചേർക്കുക, സാഫ്രാൻ ചേർക്കുക, കുങ്കുമം, സാഫ്രാൻ എന്ന് പറഞ്ഞാൽ കുങ്കുമം, അതിൻ്റെ സൈഡിന്
ഇത് കൊടുക്കും. മന്തി പല തരത്തിലുള്ള മന്തികളുണ്ട്, പല രാജ്യത്തുള്ള പലതരത്തിലുള്ള മന്തികളാണ്. നമ്മൾ കുവൈത്ത് സ്റ്റൈലാണ് ഇത് വരുന്നത്. നമ്മൾ യു എ വേറെ തരമായിരിക്കും, സൗദി വേറെ ആയിരിക്കും മന്തി. ഇത് നമ്മൾ ഓവനിൽ കയറ്റാൻ പോകും. അപ്പം അതിന് മുമ്പ് കുറച്ച് മല്ലിച്ചപ്പും ഇഞ്ചി അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇത് കാണിക്കും. ഇതിൽ ഓവനിൽ കയറ്റി മുറിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതിൽ വെച്ച് നോക്കാം. അപ്പം നമ്മൾ ഇപ്പം ഈ ചോറ് വെക്കേണ്ട വെള്ളം അധികം. അപ്പോൾ നമ്മൾ ഈ അരിൻ്റെ കണക്ക്, വെള്ളത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ടാണ് അരപ്പാട്ട അരിയാന്നുണ്ടായി. അതിൻ്റെ ഫുൾ പാട്ട വെള്ളം വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇത് കുറച്ച് വേവ് കൂടിയ അരിയാണ്. തിളച്ചു തള വന്നതിന് ശേഷം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പ് അതെല്ലാം സാമ്യമാണോ എന്നെല്ലാം നോക്കണം. അതെല്ലാം കണ്ടീഷനാണ്. ഇപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ അരി ഇതിലേക്ക് കൊടുക്കുക. പിന്നെ അരി കൈ കൊണ്ട് കൂടുതൽ തൊട്ടിട്ട് അതിന് പൊട്ടാനും ചാൻസ് ഉണ്ട്. അപ്പം കൈബലം ഉപയോഗിക്കുന്ന അതേപോലെ കൂടുതൽ ഒക്കെ കുറച്ച് ഇളക്കുക. നമ്മൾ നേരത്തെ പച്ചമുളക് നമ്മൾ ചേർത്തിട്ടില്ല. കുറച്ച് പച്ചമുളക് കൊടുത്തു, കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. ഇതൊരു ഒരു 10 മിനിറ്റ് സമയം മതി ഇതിനെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം തിളച്ച് തുടങ്ങി. ഇത് കുറച്ച് വേവാൻ കുറച്ച് താമസം പിടിക്കും കേട്ടോ. ഇത് വെള്ളം വെരിഞ്ഞ് കയറണം. അത് ഒത്തണ്ട. നമ്മളെ മറ്റുള്ള അരി പോലെ ഇതായി നിൽക്കില്ല. ഇതിങ്ങനെ ഒരു ഭയങ്കര ടൈറ്റായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായിട്ടുണ്ട്. റെഡിയാവുന്നുണ്ട്. നമ്മൾ ഈ വെന്ത ചിക്കൻ ഇതിലേക്ക് താക്കുക. കുറച്ച് കരി എടുത്തിട്ട് അൽഫാമാണ് എടുത്തിട്ട് ഇതൊന്ന് വേവി കത്തി കണലാക്കി എടുക്കണം. കണലാക്കിയിട്ട് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ, അതിലേക്ക് കണലിട്ട് കൊടുക്കുക. ശേഷം തുള്ളി വെളിച്ചെണ്ണ. അപ്പം നമ്മുടെ സാധനം റെഡി ആയിട്ട് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ആക്കാൻ ശ്രമിക്കുക. ഇത് കുറച്ച് ക്ഷമ വേണം.
കുറച്ച് സമയം പിടിക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് നേരത്തെ നമ്മൾ ഇതാക്കി വെച്ച ഇത് മാറ്റി വെക്കുക. ഇതിൻ്റെ സലാഡ് കുറച്ച് സൈത്തൂൻ എണ്ണി, സാൾട്ട് ഇട്ട് കുറച്ച് ലെമൺ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.